കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരമാണ്. രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. ആ കയ്യിൻ്റെ അറ്റത്ത് 2 മുതുകിലും ഷോൾഡറിൽ ഓരോ സ്വർണ്ണത്തിലകം വെച്ചിട്ടുണ്ട്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു നീല പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കാണുവാൻ എല്ലാ ഭക്തന്മാരും കൊതിച്ചിരിക്കുന്ന മാതിരിയാണ്. ഇന്ന് കൂടുതൽ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് കണ്ണനെ അണിയിച്ചൊരുക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തജനങ്ങളെല്ലാവരും നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് മുന്നിലേക്ക് പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ടതിന് ശേഷം ഒരു നിമിഷം കണ്ണടച്ച് അവർ കണ്ണനെ തൻ്റെ ഹൃദയത്തിലേറ്റി ആ കണ്ണനുമായി കുറച്ചു നേരം തൻ്റെ പരിതപങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. ആ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നോക്കിയാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് നീലപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കൺ, ആ സച്ചിദാനന്ദ കട്ട നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനുമായി താലോലിച്ച് കണ്ണനൊരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും, ഉറപ്പാണ്. ആ ഉറച്ച വിശ്വാസത്തോടു കൂടി ആ സ്നേഹത്തോടു കൂടി ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ. കണ്ണനൊപ്പമുണ്ടാകും. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. നാമത്രയ മന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ഉപാസിച്ചോളൂ. നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവ്വസമ്പൽ സമൃദ്ധി, സർവ്വ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം. ഈ കലികാലത്ത് ഭഗവാനെ ഉപാസിക്കുവാൻ വേണ്ടി തയ്യാറാക്കി തന്ന ഈ മന്ത്രം നിത്യവും ഉപാസനയിൽ ഉൾപ്പെടുത്തൂ. നമുക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്.